നമ്മുടെ വിഷ്ണുസഞ്ചി വെള്ളം കെട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഹൈഡ്രോസിൽ. ഇത് പലപ്പോഴും ആളുകൾ വരാറുണ്ട്, കൊച്ചുകുട്ടികളെ കൊണ്ട് വരാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഈ കൊച്ചുകുട്ടികളിൽ വയറും നമ്മുടെ ഈ വിഷ്ണുസഞ്ചിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്, അത് താനെ അടയേണ്ടതാണ്. അത് അടഞ്ഞില്ലെങ്കിൽ അതിൽ കൂടി വയറിൽ നിന്നുള്ള ഫ്ലൂയിഡ് വിഷ്ണുസഞ്ചി വരും, ക്രമേണ കുടലിലൂടെ അതിൽ കൂടെ തള്ളും. പിള്ളേരിൽ താനെ അടഞ്ഞില്ലെങ്കിൽ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പ്രായമുള്ളവരെയും നമ്മളിത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ആളുകൾക്ക് ഇതിങ്ങനെ സഞ്ചിയൊക്കെ വലുതായിരിക്കും, അവർക്ക് പാൻറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇൻസേർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുക, അത് അവർക്ക് അഭംഗി ഉണ്ടാകും, ബന്ധപ്പെടുമ്പോഴും ചിലപ്പോൾ അത് പ്രോബ്ലം ഉണ്ടാകും. ഇതുള്ളപ്പോൾ നമ്മൾ കട്ടിയായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ലോങ്ങായിട്ട് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്തൂടെ ഹെമറേജ് വന്നിട്ട് നമുക്ക് ബ്ലീഡിങ് വരാം. അത് നമ്മൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതൊരു എമർജൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ടെസ്റ്റിക്കുലർ ഫങ്ഷനിൽ ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷ്ണുസഞ്ചിയിൽ നമ്മൾ ഫ്ലൂയിഡ് കെട്ടിയെടുക്കുന്ന അവസ്ഥ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകരുത്. അല്ലെങ്കിൽ വിഷ്ണുസഞ്ചിയിൽ വെള്ളം കെട്ടിയെടുക്കുന്ന ആകെ പെട്ടെന്നൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ ശ്രമിക്കണം. അവിടെ ചിലപ്പം ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ വരാം. അതുകൊണ്ട് അതിനെ അവഗണിക്കരുത്. കൊച്ചുകുട്ടികളിലും ഒരു വൃഷ്ണത്തിൻ്റെ വലിപ്പം ഒരു സഞ്ചിയുടെ വലിപ്പം കൂടുതലാണ് മാതാപിതാക്കളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കൺജനൈറ്റൽ ഹൈഡ്രോസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ ടെസ്റ്റിക്കുലർ ഫങ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടിനെ എഫക്റ്റ് ചെയ്യാം. ആ പ്രഷർ നമ്മുടെ അവിടെയുള്ള വെയിനുകളെ കംപ്രസ് ചെയ്യുകയും അങ്ങനെയുള്ള പ്രഷർ സിംറ്റംസ് അത് ഉണ്ടാക്കാം. നമ്മൾ അതിനകത്തെ ഫ്ലൂയിഡിൻ്റെ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഒരു വെറും ദ്രാവകമാണത്. അപ്പോൾ നമ്മൾ അതിനെ തുറന്നിട്ട് ആ സഞ്ചി നമ്മൾ എവേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലളിതമായിട്ടൊരു സർജറിയാണ്. അത് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാനും അവരെ സഹായിക്കും. ബന്ധപ്പെടുമ്പം ഇങ്ങനെയുള്ള അതിൻ്റെ ആ പ്രസൻസ് അവരിൽ ഒരു ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യും. ഹൈഡ്രോസിൽ ഉണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. പലപ്പോഴും അത് അവഗണിക്കപ്പെടുന്നത് കാര്യം അത് ഫ്ലൂയിഡ് കളക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അവഗണിക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെ ഹൈഡ്രോസിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് പെയിൻ വന്നാൽ അതിനകത്തോട്ട് ഹെമറേജ് വന്ന ഒരവസ്ഥയാവുന്നുള്ളൊരു അറിവും നമുക്കുണ്ടാവേണ്ടതാണ്.